40,000 രൂപയുടെ ആക്സസറീസ് ഫ്രീ കിറ്റാനും കൂടിയാണ് തിരൂരിന്. ഈ ഒരു സ്ലോപ്പിംഗ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഈ ഒരു ഫ്രോങ്സിൽ ഒരു കൂപ്പേ ഡിസൈൻ ഭയങ്കര ഒരു അട്രാക്ട്. ഇപ്പോൾ GSTൻ്റെ പ്രൈസ് ഒക്കെ ഡൗൺ ആയ കാരണം ഇതിലും നല്ലൊരു പ്രൈസ് ഓഫേഴ്സാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത്. പാഡൽ ഷിഫ്റ്റേഴ്സും വന്നിട്ട് പ്ലസും മൈനസും പാഡൽ ഷിഫ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. കാരണം നല്ലൊരു പെർഫോമൻസ് ഫീ. ഹായ് ഗായ്സ്, വീണ്ടും എന്താ നമ്മൾ സുസുക്കി നെക്സയുടെ ഷോറൂമിൽ വന്നുള്ളത്. ഇന്നത്തെ വീട്ടിൽ നമ്മൾ കൂടെ ഉള്ളത് ഫ്രോങ്സിൻ്റെ ആൽഫ എന്ന വേരിയൻ്റ് നമ്മൾ കൂടെ ഉള്ളത്. നമുക്കിന്ന് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. കാരണം GSTയുടെ ഒക്കെ ഡൗൺ കാരണം നമുക്ക് നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു വാഹനം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ജസ്റ്റ് നോക്കിയിട്ട് തരാം. എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് കൃത്യമായ സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ പറഞ്ഞ ഫ്രോങ്സ് ആൽഫ എന്ന് പറഞ്ഞ വേരിയൻറ്റ്. 14,30,000 രൂപയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഓൺ റോഡ് പ്രൈസ്. കാരണം ടാക്സ് ഒക്കെ ഡൗൺ ആയ കാരണം അത്യാവശ്യം നല്ല പ്രൈസ് ഡിഫറൻസ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ സുസുക്കിയുടെ വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു എലമെൻ്റ് ഉണ്ടോ, ഒരു ക്രോൺ ട്രീറ്റ്മെൻറ്റ്, ഒരു മാച്ചിങ് രീതിയിലാണ് ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ആ ഒരു ഐസ് ക്യൂബ് ആയിട്ടുള്ള DRL കാണുമ്പോൾ തന്നെ ഒരു മാച്ചിങ് രീതിയിലാണ് ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫുൾ ഓപ്ഷൻ ആൽഫയിൽ മാത്രമുള്ള ഒരു ഫീച്ചറാണ് ഒരു 360. അല്ലെങ്കിൽ നമുക്ക് ആക്സസറീസ് ചെയ്യേണ്ടി വരും. കാരണം നേരെ താഴത്ത് സീറ്റ ഡെൽറ്റ പ്ലസിലൊന്നും നമുക്ക് ക്യാമറ വരുന്നതല്ല, നമ്മൾ ആക്സസറീസ് ആയിട്ട് ചെയ്യണം ആ ഒരു ഫീച്ചർ. പിന്നെ ഒരു 3 സെക്ഷനായിട്ടാണ് ഹെഡ് ലാമ്പ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. LED ലാംപ്സാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ വരുന്നത്. താഴെ ഒരു ഗൺമെറ്റൽ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അത് ഒരു ഭംഗിയുള്ള രീതിയിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഭാഗമാണ് ഇതിൻ്റെ ഒരു ഹെഡ് ലാമ്പ് സെക്ഷൻ. അതുപോലെ തന്നെ ഒരു DRL നല്ലൊരു മാച്ചിങ് രീതിയിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് വീൽ സെക്ഷൻ ഒരു ഡുവൽ ടൺ കളറിലാണ് അലോയ് വീൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 4 സ്പോക്ക് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തത്. 16 ഇഞ്ച് വീലാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. കാരണം അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഒരു സ്പോർട്ടി ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ഒരു അലോയ് വീൽസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ വീൽ ആർച്ചസ് കാണാൻ സാധിക്കും. കണ്ടോ, അവിടെയൊക്കെ ധാരാളം ക്യാരക്ട് ലൈൻസും കൊടുത്തിട്ടുണ്ട്. നേരെ സൈഡ് വ്യൂ മിറർ വരികയാണെങ്കിൽ ഇതാണ് നമ്മൾ ഒരു സൈഡ് വ്യൂ മിറർ വരുന്നത്. അതിൽ തന്നെ 10 ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു ക്യാമറ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഒരു 360 ഡിഗ്രി ക്യാമറയുടെ സൈഡ് വ്യൂ സപ്പോർട്ടറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ താഴെ സ്കിഡ് പ്ലേറ്റിൻ്റെ അവിടെയും നമ്മൾ ഗൺമെറ്റൽ ഫിനിഷ് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എനിക്ക് ഇതിൻ്റെ ഒരു സ്ലോപ്പിംഗ് ഏരിയയാണ്. ഇതാണ് എനിക്ക് ഈ വാഹനത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു എലമെൻറ്റ്സ്. കാരണം ഈ ഒരു സ്ലോപ്പിംഗ് ആണ്, ഒരു കൂപ്പ ഡിസൈനിലാണ് ഈ ഒരു ബാക്ക് പ്രൊഫൈൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീലാണ് ബാക്കിലും കൊടുത്തത്. ബാക്കിൽ ഡ്രം ബ്രേക്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. സൈഡ് പ്രൊഫൈലിൽ നമുക്ക് ധാരാളം ക്യാരക്ട് ലൈൻസും കാണാനായിട്ട് സാധിക്കും. വാവ്. അപ്പോൾ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ബാക്ക് പ്രൊഫൈൽ വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു സ്ലോപ്പിംഗ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഈ ഒരു ഫ്രോങ്സിൽ ഒരു കൂപ്പേ ഡിസൈൻ ഭയങ്കര ഒരു അട്രാക്ഷൻ ഫീൽ ലഭിക്കുന്നുണ്ട് ഈ ഒരു സ്ലോപ്പിംഗ് കാണുമ്പോൾ തന്നെ. ഷാർഫിൻ ആൻറ്റിന് കൊടുത്തിട്ടുണ്ട്. ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്, ഒരു സ്പോയിലർ വിൻഡും കൊടുത്തിട്ടുണ്ട്. ഡിഫോഗ ലെയിൻസ് കാണാൻ സാധിക്കും. നെക്സാണ് ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൈപ്പർ അവിടെ കാണാൻ സാധിക്കും. സുസുക്കിയുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഫ്രോങ്സിൻ്റെ ബാഡ്ജിങ്. സ്മാർട്ട് ഹൈബ്രിഡ്, ഒരു ഹൈബ്രിഡ് ടെക്നോളജിയാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. പാർക്ക് സെൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ റിഫ്ലക്ഷൻ യൂണിറ്റ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്രണ്ടിൽ 3 ക്യൂബ്സ് പോലെ തന്നെ ബാക്കിലും 3 ഒരു ക്യൂബ്സ് പോലെ കാണാൻ സാധിക്കും. അതുപോലെ നെക്സ ഡോട്ട് ഐഡൻറ്റിറ്റി ആയിട്ട് നമുക്ക് എടുത്ത പറയുന്ന ഒരു ഐറ്റമാണ് ആ ഒരു 3 ഡോട്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ റിഫ്ലക്ഷൻ യൂണിറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലും ഒരു ക്യാമറയായിട്ട് റിവ്യൂ ക്യാമറയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഈ ഒരു കണക്റ്റഡ് ടൈപ്പ് ടെയിൽ ലാംപ്സ്. അതും രാത്രി കാണുന്ന സമയത്ത് നല്ലൊരു പ്രീമിയം, ഏതൊരു വാഹനം പ്രേമി ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ഈ ഒരു കണക്റ്റഡ് ടൈപ്പ് ടെയിൽ ലാംപ്സ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. രാത്രി കാണുന്ന സമയത്ത് ഭയങ്കര ഒരു പ്രീമിയം ലുക്കാണ് ഒരു ഭാഗം. ഇതിൻ്റെ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു ബൂട്ട് കപ്പാസിറ്റിയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. താഴെ സ്പെയർ വീൽ ടൂൾ കിറ്റൊക്കെ താഴെ കാണാനായിട്ട് സാധിക്കും. ടെസ്റ്റ് ഡ്രൈവിൻ്റെ കാറാണ് നോട്ടീസൊക്കെ കാണുന്നത്. നേരെ ക്ലോസ് ചെയ്തേക്കാം. അപ്പോൾ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ബാക്ക് പ്രൊഫൈൽ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞാൻ കാര്യം പറഞ്ഞു ഒരു സ്ലോപ്പിംഗ് ആണ്. കാരണം അത്യാവശ്യം നല്ലൊരു ലുക്കാണ്, ഒരു ഭംഗിയുണ്ട് ഈ ഒരു സ്ലോപ്പിംഗ് കാണാൻ തന്നെ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബാക്ക് പ്രൊഫൈൽ, ഈ ഒരു സ്ലോപ്പിംഗ് ഏരിയയാണ്. കാരണം ആരായാലും നോക്കി വന്ന ഡിസൈനാണ് ഈ ഒരു സ്ലോപ്പിങ്ങിന് വന്നിട്ടുള്ളത്. ഇനി നമ്മളിതിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡാഷ് ബോർഡാണ്. കാരണം ഈ ഒരു 4 ടോൺ കളർ ഭയങ്കര ഒരു പ്രീമിയം ഒരു മാച്ചിങ് രീതിയിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നേരെ സ്റ്റിയറിംഗ് വീല്, ഇതും അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ഭയങ്കര ഹാൻഡിലുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്.
പ്രത്യേകിച്ച് ഈ ഒരു ഗ്രിപ്പും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീലാണ് ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ എന്ന് പറയാം, ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസും ക്രൂയിസ് കൺട്രോൾസും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് പാഡൽ ഷിഫ്റ്റേഴ്സും വന്നിട്ട് പ്ലസും മൈനസും പാഡൽ ഷിഫ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. കാരണം നല്ലൊരു പെർഫോമൻസ് ഫീൽ യൂസ് ചെയ്യാൻ സാധിക്കും. കാരണം മാനുവലിട്ട് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു എന്തൂസിയാസ് ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ വൈപ്പർ കൺട്രോൾസ് കാണാൻ സാധിക്കും, ഹെഡ് ലാമ്പ് ഇൻഡിക്കേറ്റർ കൺട്രോൾസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മീറ്റർ കൺസോൾ അത്യാവശ്യം നല്ല സ്പോർട്ടി ഫീലാണ് മീറ്റർ കൺസോൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ സ്മാർട്ട് ഹൈബ്രിഡ് എന്ന ഒരു ബാഡ്ജിങ് കാണാൻ സാധിക്കും. അത്യാവശ്യം ഇൻഫർമേഷനുകളൊക്കെ നമുക്കിതിൽ അറിയാൻ സാധിക്കും. ധാരാളം ഇൻഫർമേഷൻസ് ഉണ്ട്. ഇത് ഹൈബ്രിഡിൻ്റെ മോട്ടോർ ടെക്നോളജിയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. RPM ഗേജ് കൊടുത്തിട്ടുണ്ട്, സ്പീഡോമീറ്റർ, ഹീറ്റ്, ഫ്യൂവലിൻ്റെ ഗേജും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഒരു 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ കണ്ടോ ഹെഡ് അപ്പ് ഡിസ്പ്ലേയും ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട്. ഈ ഹെഡ് അപ്പ് ഡിസ്പ്ലേൻ്റെ മെയിൻ ഉപയോഗം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സ്പീഡിൽ ഒരു ട്രാക്കൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ മീറ്ററിൽ നോക്കിയിട്ട് നമ്മൾ കോൺസെൻട്രേഷൻ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ കൊടുത്തത്. കാരണം നമുക്ക് റോഡിൽ തന്നെ സ്പീഡോമീറ്റർ കാണാൻ സാധിക്കും, കണ്ടോ. അതുപോലെ തന്നെ നമ്മൾ ഗിയർ പൊസിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് അതിൽ അറിയാൻ സാധിക്കും. ഒരു മീറ്ററിൽ കാണുമ്പോൾ തന്നെ ധാരാളം ഇൻഫർമേഷൻ നമുക്ക് ഈ ഒരു ഇതിലും അറിയാൻ സാധിക്കും. ഹെഡ് അപ്പ് ഡിസ്പ്ലേ. ഇങ്ങനെ ഒരു ഇൻഫോടൈം സിസ്റ്റം, ഇതിലും അത്യാവശ്യം നല്ല കണക്ടിവിറ്റി ഫീച്ചേഴ്സുള്ള ഒരു ഇൻഫോടൈം സിസ്റ്റമാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, നമുക്ക് വയർലെസ് കണക്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഹസാർഡ് ലാമ്പ്, AC വെന്റുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഒരു ടോഗിൾ സ്വിച്ച് പോലെയാണ്, കണ്ടോ. ഇതൊക്കെ ഒരു ടോഗിൾ സ്വിച്ച് പോലെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു 2 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ്, ഒരു USB പോർട്ട്, പിന്നെ ഇവിടെ ഒരു വയർലെസ് ചാർജിങ് പാഡാണ് വന്നിട്ടുള്ളത്. 2 കപ്പ് ഹോൾഡേഴ്സ് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ ഗിയർ ലിവർ, ഒരു 5 സ്പീഡ് ഓട്ടോമാറ്റിക് ടർബോ ട്രാൻസ്മിഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടർബോ എഞ്ചിനാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക്, മേലെ ഹാൻഡ് ബ്രേക്ക്, ഹാൻഡ് റെസ്റ്റ്, സ്ലൈഡിന് ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുള്ളത്, കണ്ടോ. അതിൽ കുറച്ച് സ്റ്റോറേജ് സ്പേസും വന്നിട്ടുണ്ട്. ഗ്ലോ ബോക്സ് ഇവിടെയും അത്യാവശ്യം നല്ല ക്വാളിറ്റി ആൻഡ് അത്യാവശ്യം നല്ല സ്പേസസ് ഉള്ള ഗ്ലോ ബോക്സും കൂടിയാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. സെൻട്രൽ വ്യൂ മിറർ കാണാൻ സാധിക്കും. ഓട്ടോ ഡിമ്മിങ് ആണ്. പാസഞ്ചറിലും ഡ്രൈവറിലും മിറർ വിത്ത് ലാമ്പാണ് വന്നിട്ടുള്ളത്. ഇവിടെയും മിറർ വിത്ത് ലാമ്പാണ് വന്നിട്ടുള്ളത്. ഇവിടെയും റീഡിങ് ലാമ്പ് കാണാനായിട്ട് സാധിക്കും. പിന്നെ സെക്കൻഡ് റോ ജസ്റ്റ് കണ്ടിട്ട് വരാം. നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് റോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റനോട്ടിൽ കണ്ടാൽ മനസ്സിലാവും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് സെക്കൻഡ് റോ ആണ്, കണ്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ സെക്കൻഡ് റോ ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, അത്യാവശ്യം നല്ല ലെഗ് റൂം വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. ഹെഡ് റൂം ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ ഹെഡ് റൂമും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു AC വെന്റുകൾ കാണാൻ സാധിക്കും. അത് കൺട്രോൾ ചെയ്തൊരു നോബും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 C പോർട്ടും കൊടുത്തിട്ടുണ്ട്. കണ്ടോ, 2 C പോർട്ടാണ് കാണാൻ സാധിക്കുക. ഇവിടെ ഫോണുള്ള ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കംഫർട്ടുള്ള സീറ്റ്സും കൂടിയാണ്. പിന്നെ ഈ ഒരു തീമും അത്യാവശ്യം നല്ലുണ്ട്. ഒരു കോഫി ബ്രൗൺ തീമിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ ഡോർ ലോക്കും അൺലോക്കും കാണാൻ സാധിക്കും. ഒരു വാട്ടർ ബോട്ടിൽ ഹോൾഡർ, പവറിൻ്റെ കൺട്രോൾസ്, ഇതൊക്കെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആയിട്ട് നല്ലൊരു പ്രീമിയം ലുക്ക് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഡാഷ് ബോർഡ്, അതുപോലെ തന്നെ ഒരു സ്റ്റിയറിംഗ് വീൽ നോക്കുമ്പോൾ നല്ലൊരു പ്രീമിയം ഒരു ഫീലിൽ ഇരിക്കണ മോഡൽ പോലെ തോന്നും. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഹോട്ട് ഹാച്ച് ബാക്കും കൂടിയാണ് ഈ ഒരു ഇത്. കാരണം ഒരു മിനി SUV. ഇനി നമ്മൾ ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് 1 ലിറ്റർ പെട്രോൾ ടർബോ എഞ്ചിനാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഏകദേശം 77.6 bhp പവറും 147 Nm ടോർക്കുമാണ് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല പെർഫോമൻസിൻ്റെ ഒരു എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഫ്രോങ്സ് ആൽഫയുടെ വിശേഷങ്ങളുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക. അത് മാത്രമല്ല, ഇപ്പോൾ GSTൻ്റെ പ്രൈസ് ഒക്കെ ഡൗൺ ആയ കാരണം ഇതിലും നല്ലൊരു പ്രൈസ് ഓഫേഴ്സാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത്. അത് മാത്രമല്ല 40,000 രൂപയുടെ ആക്സസറീസ് ഫ്രീ കിറ്റാനും കൂടിയാണ് തിരൂർ നെക്സ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ ഡീസിന് തിരൂർ നെക്സയുമായി ബന്ധപ്പെടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ചെറിയൊരു ബ്രേക്ക്.